അങ്കമാലി സെന്റ് ജോർജ് ബസിലിക്ക, സൊസൈറ്റി ഓഫ് സെന്റ് വിൻസെന്റ് പോൾ, സെന്റ് തോമസ് കോൺഫറൻസിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ജോസ് ദേവസി മഞ്ഞളി മെമ്മോറിയൽ ബ്ലെസഡ് ഓസാനം ഡയാലിസിസ് സെന്ററിന്റെ നിർമ്മാണം പൂർത്തിയായ മന്ദിരത്തിന്റെ ആശീർവാദവും സമ്മേളനവും അങ്കമാലിയിൽ നടന്നു. ബസിലിക്ക റെക്ടർ ഫാദർ ലൂക്കോസ് കുന്നത്തൂർ ആശീർവാദം നിർവഹിച്ചു. ഞങ്ങൾ ആരാധിക്കുന്ന രോഗങ്ങൾ പരിചരിക്കുവാനും ദുഃഖരെ ആശ്വസിപ്പിക്കുവാനും ആരംഭത്തിനർത്ത താണിയാകുവാനുമായി നിർമ്മിക്കപ്പെടുക ഈ സ്ഥാപനം ആശീർവദിക്കണമേ. LF ആശുപത്രി ഡയറക്ടർ ഫാദർ തോമസ് വൈക്കത്തുപറമ്പിൽ, അങ്കമാലി നഗരസഭ ചെയർപേഴ്സൺ മിസ് സിനി മനോജ്, കൗൺസിലർമാർ, വൈദികർ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം റോജി എം ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. വർഷങ്ങൾക്ക് ഇന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ എല്ലാ വാർഡിലുമുണ്ട്, ഒട്ടുമിക്ക പല കുടുംബങ്ങളിലുമുണ്ട്. ഇന്ന് ഡയാലിസിസ് എന്ന് പറയുന്നത് സർവ്വസാധാരണമായി മാറിയിരിക്കുകയാണ്. ഒരു ഡയാലിസിസ് രോഗിയുടെ ദുരിതം, ആ കുടുംബത്തിൻ്റെ പ്രയാസം എത്രത്തോളം ഉണ്ട് എന്ന് ഞങ്ങളെല്ലാവരും അത് നേരിട്ടറിയുന്നവർക്കും അതുമായി ബന്ധപ്പെടുന്നവർക്കും മനസ്സിലാവുന്നതാണ്. ആഴ്ചയിൽ 3 ഡയാലിസിസിന് വിധേയമാകുന്ന രോഗികളുണ്ട്. ബഹുഭൂരിപക്ഷം ആളുകളും ആഴ്ചയിൽ 3 ഡയാലിസിസിന് വിധേയരാകുന്നവരാണ്. മാസത്തിൽ 12 ഡയാലിസിസ്. ഒരു ഡയാലിസിസിന് 1000 രൂപ മുതൽ 2500-3000 രൂപ വരെ ചെലവ് ചെയ്യേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണക്ക് കൂട്ടാവുന്നതാണ് ഒരു ഡയാലിസിസ് രോഗിക്ക് അവരുടെ കുടുംബത്തിനുണ്ടാവുന്ന ഒരു മാസത്തെ ബാധ്യത എത്രത്തോളമാണ് എന്ന്. ഒരു ഡയാലിസിസ് രോഗി ഒരു കുടുംബത്തിലുണ്ടായാൽ ആ കുടുംബത്തിൻ്റെ സാമ്പത്തിക നില താളം തെറ്റാനായിട്ട് മറ്റൊന്നും വേണ്ട എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. കോൺഫറൻസ് പ്രസിഡന്റ് ബ്രദർ സെബാസ്റ്റ്യൻ കുന്നപ്പള്ളി അധ്യക്ഷനായി. സ്നേഹം നിറഞ്ഞവരെ, അങ്കമാലിയിൽ സൊസൈറ്റി ഓഫ് സെന്റ് വിൻസെന്റ് പോൾ സെന്റ് തോമസ് കോൺഫറൻസിന് അങ്കമാലിയിൽ മഞ്ഞളി കുടുംബാംഗമായ ജോസ് ദേവസി അദ്ദേഹത്തിൻ്റെ ഓർമ്മ നിലനിർത്താനായി അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ഞങ്ങൾക്ക് ദാനമായി നൽകിയ ഈ ഭൂമി 99 വർഷത്തേക്ക് ലീസിനെടുത്ത് ആ ഭൂമിയിൽ ഒരു ഡയാലിസിസ് സെൻറ്റർ പണിയുന്ന സ്വപ്നം ഇന്ന് പൂർത്തീകരിക്കുകയാണ്. ഡയാലിസിസ് സെൻറ്ററിനുള്ള ബിൽഡിങ് 75 ലക്ഷം രൂപ ഇന്ന് ചിലവാക്കി കഴിഞ്ഞു. അതൊക്കെ സന്മനസ്സുകളുടെയും ഒത്തിരി കോൺഫറൻസിൻ്റെ മറ്റു സഹോദര കോൺഫറൻസുകളുടെയും സഹായത്തോടെയും സുമനസ്സുകളുടെയും സഹായത്തോടെയും ആണ് സാധിച്ചത്. ഈ പുണ്യമുഹൂർത്ത ദിവസത്തിൽ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ ലൂക്കോസ് കുന്നത്തൂർ അച്ഛൻ എന്നത് ആശീർവദിക്കും. തുടർ പ്രവർത്തനങ്ങളും അതിൻ്റെ പിന്നാലെയുള്ള ഡയാലിസിസുമായിട്ട് ബന്ധപ്പെട്ട മെഷീനറിയുടെ ഇറക്ഷനൊക്കെ സാമ്പത്തിക ചെലവ് ഇനിയും ഏറെയുണ്ട്.
ഇതിനുള്ള എല്ലാവിധ സഹകരണങ്ങളും തുടർന്നുള്ള പ്രവർത്തനങ്ങളും എല്ലാവരുടെയും ഭാഗത്തുനിന്നുണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. റെക്ടർ ലൂക്കോസ് കുന്നത്തൂർ അനുഗ്രഹ പ്രഭാഷണം ചെയ്തു. ദൈവത്തിൻ്റെ കൃപയും മനുഷ്യൻ്റെ കഠിനാധ്വാനം അത് ഈ പ്രോജക്റ്റിൻ്റെ വിജയത്തിന് എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും നേരുന്നതോടൊപ്പം ഇനിയും മുന്നോട്ട് പോകട്ടെ. ദൈവം ഇതിനെ കൈവിടില്ല. പ്രോജക്റ്റിന് വേണ്ടി പണിയെടുത്തവരുടെ പരിശ്രമവും അതിൻ്റെ ഫലത്തിലെത്തുമെന്നുള്ള എല്ലാ ആശംസകളോടുകൂടി പ്രൊജക്ട് ഓഫീസർ ബ്രദർ ജിയോ മത്തായി പദ്ധതി വിശദീകരിച്ചു. 6 കോൺഫറൻസുകളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അതിലൊരു കോൺഫറൻസായ സെൻറ് തോമസ് കോൺഫറൻസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ സന്തോഷമുള്ള ദിവസമാണ്. അതിലുപരിയായി കേരളത്തിലെ മൊത്തം വിൻസെൻഷൻസിന് കർത്താവിൽ അഭിമാനിക്കാവുന്ന ഒരു ദിവസമായിട്ട് ഞങ്ങൾ ഇതിനെ കാണുന്നു. ദേശീയ സമിതി സീനിയർ വൈസ് പ്രസിഡന്റ് ബ്രദർ സെബാസ്റ്റ്യൻ തോമസ് സ്ഥലം സ്പോൺസർ ചെയ്ത ആനി ജോസ് മഞ്ഞളിക്ക് മംഗളപത്രം നൽകി. മകൾ ഡോക്ടർ റോസ് ജോസ് സംസാരിച്ചു. Proud we are of her to make my father's wish come to fruition. We would not be standing here today to embark on this journey if it wasn't for her integral role in working with St. Thomas, St. Vincent de Paul Society. എറണാകുളം സെൻട്രൽ കൗൺസിൽ പ്രസിഡന്റ് ബ്രദർ ബെന്റലി താടിക്കാരൻ ഇന്ന് ഇതിൻ്റെ വെഞ്ചിരിപ്പ് കർമ്മം മാത്രമാണ് നടന്നിട്ടുള്ളത്. ഇതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് സെപ്റ്റംബറിലാണ്. സെപ്റ്റംബറിൽ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ തന്നെ ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുണ്ട്. KRCC കോർഡിനേറ്റർ ബ്രദർ ലെനി എബ്രാഹം, നാഷണൽ കൗൺസിൽ പ്രൊജക്ട് ഓഫീസർ ബ്രദർ ജോർജ് ജോസഫ്, ടിന്നിംഗ് ഓഫീസർ ബ്രദർ ജോസ് മഞ്ഞളി, അങ്കമാലി AC പ്രസിഡന്റ് ബ്രദർ പീറ്റർ സെബാസ്റ്റ്യൻ, ബസിലിക്ക ട്രസ്റ്റി റിൻസൺ പാറേക്കാട്ടിൽ, വാർഡ് കൗൺസിലർ ലില്ലി ജോയി, ബ്രദർ പോളച്ചൻ ഔസേപ്പൂട്ടി, ബ്രദർ CD ആന്റണി എന്നിവർ സംസാരിച്ചു. വരുന്ന സെപ്റ്റംബറോടെ പ്രവർത്തനം ആരംഭിക്കുവാൻ കഴിയുമെന്ന പ്രത്യാശ ഭാരവാഹികൾ പങ്കുവച്ചു. പാവപ്പെട്ട രോഗികൾക്ക് ഒരു ആശ്രയ കേന്ദ്രമായിരിക്കും പ്രസ്തുത ഡയാലിസിസ് സെന്റർ. നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ ജോയി കുന്നപ്പള്ളി, ബെന്നി ജോസഫ് എന്നിവരെ ബ്രദർ KM വർഗീസ്, ബ്രദർ പത്രോസ് തെറ്റയിൽ എന്നിവർ ആദരിച്ചു. CJ ജോയ്, സിറ്റി വോയ്സ് റിപ്പോർട്ടർ.